ഇത് സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ റിലീസായി. ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് അമ്മിച്ചക്കാലക്കിലും അനുസിത്താരൊക്കെ. അത് തിയേറ്ററിലാണ്ട് ഒരാഴ്ച എന്തോ കൂടിയുള്ളൂ. ആ യൂട്യൂബിൽ ഇപ്പോൾ ഒരു 1.5 കോടി ആളുകളോളം യൂട്യൂബിൽ കണ്ടിട്ട് എല്ലാവരും ഗംഭീര അഭിപ്രായം പറഞ്ഞു. ഒരു മനുഷ്യൻ തിയേറ്ററിലോട്ട് വന്നില്ല. പക്ഷേ ഇവിടെ ഇറങ്ങുന്ന മറ്റുള്ള സിനിമകൾ കാണാൻ ആളുകൾ വരുന്നതെന്ന് അറിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താണ് ചെയ്യുന്നത്? സന്തോഷം പോലുള്ള സിനിമകളല്ല ചെയ്യുന്നത്. അവർ തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്ന ഏത് സിനിമയാണ് ആ സിനിമകൾ അവർ ചെയ്യുള്ളൂ. ഇത് കണ്ടിട്ട് എത്ര പേര് വഴിതെറ്റി. ഇതൊരു ബിസിനസ് അല്ലേ? ഇത് എത്ര സിനിമയിലാണ് അമ്മേനെയും അനിയനെയും ചുറ്റിക്കൊണ്ട് അടിച്ചു കൊല്ലാൻ എത്ര സിനിമയിൽ കാണിച്ചിട്ടുണ്ട്? എത്ര സിനിമയിലാണ് പിന്നെ ഫോൺ പിടിച്ചു വാങ്ങിയ പ്രിൻസിപ്പളിനോട് പുറത്തിറങ്ങിയ അടിച്ചു കൊന്നുകളെന്ന് പറയുന്ന എത്ര സിനിമയിൽ നമ്മൾ സിനിമാക്കാർ കാണിച്ചിട്ടുണ്ട്? ഇതൊന്നും സിനിമയിലാരും കാണിച്ചിട്ടില്ലല്ലോ. എന്നിട്ടിത് സിനിമയെ കുറ്റം പറയുന്നതിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനം, നമ്മൾ നായകന്മാർ കാണിക്കുന്ന പോലെ നമ്മൾ ചിലപ്പോൾ എന്താണ് മുണ്ട് മടക്കി കുത്തിയേക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ മദ്യം കുടിച്ചേക്കാം, സിഗരറ്റ് വലിക്കാൻ വേണ്ടി തോന്നലൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ സ്വന്തം കുടുംബത്തെ തല്ലിക്കൊല്ലുന്നത് സിനിമ കണ്ടിട്ടാണെന്ന് പറയുന്നതിനോട്, അക്രമം കൂടുന്നത് സിനിമ കണ്ടിട്ടാണ്, ദൃശ്യം മോഡൽ എന്ന് പറയുന്നതിനോടൊന്നും പേഴ്സണലി എനിക്ക് അത്